സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. എനിക്ക് ഈ DCC-ക്കകത്തിരുന്ന് 1.5 മുറി കമ്പ്യൂട്ടറും വെച്ചിട്ടൊന്നും ഇന്നത്തെ കാലത്തിന് ഓടിക്കാൻ പറ്റത്തില്ല. ഇത് ലീഡർഷിപ്പ് മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഒരു നിരാശയില്ല, അത് ഞാനും കൂടെ എടുത്തൊരു തീരുമാനമാണ്. പക്ഷേ കോൺഗ്രസിന് ഇവിടെ ജീവൻ ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ നമുക്ക് കഴിയും. ഈ BJP ഇത്തവണ ജയിപ്പിച്ചതും ഈ ഇലക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇലക്ഷൻ കമ്മീഷൻ വാർ റൂമിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോ ഇതിൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്നു. എനിക്ക് ഈ രാഷ്ട്രീയത്തോടൊപ്പം വേറെന്തെങ്കിലും കാര്യം ചെയ്യണം എന്നൊരാഗ്രഹം. വിമർശകർ പറയുന്നത് താങ്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെട്ടാൻ വേണ്ടിയാണ് കോർപ്പറേഷനിലേക്ക് ഒതുക്കിയതെന്നാണ്. ഞാനതൊന്നും വിശ്വസിക്കുന്നു. ഞാനോട് ഒരു തീരുമാനം എടുക്കുമ്പോൾ എങ്ങനെ അത് വെട്ടാൻ പോകുന്നത്? നാളെ വണങ്ങിയില്ലെങ്കിൽ എന്താ, ഇപ്പം എനിക്ക് സീറ്റ് കിട്ടത്തില്ല, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് കോൺഗ്രസ് പ്രവർത്തിക്കാമല്ലോ. അതേസമയം പൊതുസമൂഹം കരുതുന്നത് ദിവ്യ എസ് അയ്യർ ഒരു ലെഫ്റ്റ് ലീനിയൻസി ഉള്ള ഒരാളാണ്. അങ്ങനൊന്നും, അവർ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി സർക്കാരിനെ സൂചിപ്പിക്കുന്നതാവരുത്, പക്ഷേ സർക്കാരിനൊപ്പം നിൽക്കണം, ഒരു സംശയം വേണ്ട. KPCC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് യുവനിരയിലെ വേറിട്ട ശബ്ദവും മുൻ MLA-യും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറുമായ ശ്രീ KS ശബരിനാഥനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ KS ശബരിനാഥൻ. നമസ്കാരം ചേട്ടാ. അപ്പോൾ ആദ്യം കവടിയാറിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിനന്ദനം. താങ്ക് യു. പക്ഷേ ചില വിമർശകർ പറയുന്നത് പോലെ ഈ ഒരു ചാട്ടം പിഴച്ചു പോയോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഈ BJP-ക്ക് ഇത്രയും വലിയൊരു കുത്തൊഴുക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായപ്പോൾ കോൺഗ്രസ്സിന് ലഭിച്ച ഈ 20-അടുപ്പിച്ചുള്ള സീറ്റുകൾ എൻ്റെ മനസ്സിൽ ഒരു 40 സീറ്റിന് തുല്യമാണ്. നമ്മുടെ 1.5 മാസത്തെ ഒരു സീരിയസ് പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ കാണിച്ചപ്പോൾ ശ്രീ K മുരളീധരൻ അടക്കം പിന്നെ ഞാനടക്കമുള്ള ഒരു പാനൽ മത്സരിച്ചപ്പോൾ നമുക്ക് 20 സീറ്റിലേക്ക് എത്താൻ കഴിഞ്ഞു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അല്പം നേരത്തെ ഇറങ്ങിയായിരുന്നെങ്കിൽ ആ 20 ഒരു പക്ഷേ 30-ഓ 40-ഓ കൂടുതലായേനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു സ്ട്രാറ്റജി എടുത്തു, ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് അത് വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. BJP-യെ തടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു വിരുദ്ധത നമ്മളിവിടെ കണ്ടായിരുന്നു. ഇപ്പോൾ അനൗദ്യോഗികമായിട്ടാണെങ്കിലും താങ്കൾ ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മേയർ കാൻഡിഡേറ്റായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ഒരു രീതിയിൽ താങ്കൾ അങ്ങനെ മത്സരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പഴയ പൊസിഷനിൽ നിന്നും സീറ്റ് നില മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ ഡബിളാക്കി മാറ്റിയതെങ്കിലും അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പ്രതിപക്ഷത്തും ആ ഒരു നിർണായക സ്ഥാനം കിട്ടുന്ന അവസ്ഥയുമില്ല. ഇത് താങ്കളെ വ്യക്തിപരമായി, അതായത് 2 വട്ട MLA ആയിരുന്ന വളരെ വേറിട്ട്, ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് യുവ നേതാക്കൾ കോൺഗ്രസ്സിനുണ്ടെങ്കിലും പക്ക പ്രൊഫഷണലായ വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളിൽ സ്റ്റാൻഡുള്ള താങ്കളെ പോലൊരു നേതാവിനെ വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഇത് താഴോട്ടുള്ള ഒരു ഗ്രാഫല്ലേ? അല്ല, ഒരിക്കലുമില്ല. കാരണം ഇതൊന്ന് ഞാനൂടെ ഭാഗമായിട്ടുള്ള നേതൃത്വം വരെ എടുത്തൊരു തീരുമാനമാണ്. ഈ തീരുമാനം 100% എടുക്കുമ്പോഴും കവടിയാറ് പോലൊരു വാർഡിൽ എന്ന് വെച്ചാൽ നമ്മൾ കോർപ്പറേഷൻ വാർഡിൽ ജയിക്കുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനൊക്കെ വലിയ ഭൂരിപക്ഷം BJP-ക്ക് കിട്ടിയ കവടിയാറിൻ്റെ വീട് തൊട്ടടുത്തുള്ള കവടിയാർ വാർഡിൽ മത്സരിക്കാനുള്ള തീരുമാനം ഞാനും കൂടി എടുത്തതാണ്. അതിലും വരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനെടുത്ത തീരുമാനമാണ്. ഒരു നിരാശയില്ല. അത് ഞാനും കൂടി എടുത്തൊരു തീരുമാനമാണ്. ആത്യന്തികമായി ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പാർട്ടി, അച്ഛനെപ്പോഴും പറയും ഞാനൊരു പൊളിറ്റിക്കൽ ആനിമയാണെന്നുള്ളത്. ഞാനൊരു 100% ഒരു പാർട്ടി ജീവിയാണ്. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ ഞാനടക്കമുള്ള ആളുകൾ മത്സരിച്ചില്ലെങ്കിൽ കോർപ്പറേഷൻ്റെ UDF-ൻ്റെ അവസ്ഥ, അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്തെ അവസ്ഥ എന്താകുമെന്നൊരു ഭയമുണ്ടായിരുന്നു. ആ ഭയമുണ്ടായിരുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് തിരികെ വരുന്നു എന്നൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഇതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. ഇംഗ്ലീഷിൽ പറയും ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഹാപ്പിയാണ്, കണ്ടൻറ്റാണ്. ഇത്രയും സീറ്റല്ല, കൂടുതൽ സീറ്റുകൾ വേണമായിരുന്നു. പക്ഷേ കോൺഗ്രസിന് ഇവിടെ ജീവൻ ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ അതേസമയം കേരളത്തിലെ പൊതുചിത്രം നോക്കിയാൽ UDF-ൻ്റെ ഒരു തരംഗമായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം, ഒരു റിഫ്ലക്ഷൻ തലസ്ഥാനത്ത് ഉണ്ടായില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു പരാജയം കൂടിയല്ലേ? അല്ല, തലസ്ഥാനത്ത് വിചാരിച്ച ഒരു റിസൾട്ട് പൂർണ്ണമായി കിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ കോർപ്പറേഷനിൽ നമ്മൾ സത്യമാണ് 10-ൽ നിന്ന് 20 അടുപ്പിലേക്ക് എത്തി. നമ്മൾ നല്ല ഇഫേർട്ട് എടുത്തു, എല്ലാവരും വർക്ക് ചെയ്തു. ഒരു 5-8 സീറ്റുകൾ നമുക്ക് ജയിക്കാമായിരുന്നു. കോർപ്പറേഷൻ്റെ കാര്യത്തിൽ ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷേ എനിക്ക് ചില അഭിപ്രായമുള്ളത് ജില്ലാ പഞ്ചായത്തുകൾ. നിങ്ങൾ ജില്ലാ പഞ്ചായത്തുകളിൽ വിജയത്തിൻ്റെ അരികെ വരെ UDF എത്തി. അവിടെ മത്സരിച്ച ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ KSU ജില്ലാ പ്രസിഡന്റ് ഗോപു അരുവിക്കരയുള്ള പൂവച്ചൽ ഡിവിഷൻ 2000 വോട്ട് ജയിക്കുന്നു, നബീൽ കമലമ്പലം ജയിക്കുന്നു, സുധീർ ഷാ ജയിക്കുന്നു, ആനി പ്രസാദ് ജയിക്കുന്നു, ഇവിടെ സജിത് മുട്ടപ്പാലം ജയിക്കുന്നു, ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു. ജയിച്ചു വന്നതൊക്കെ ടഫായിട്ടുള്ള സീറ്റുകളാണ്. എന്നാൽ ജയിക്കേണ്ട പല സീറ്റുകളും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം കാരണം തന്നെ ജില്ലാ പഞ്ചായത്ത് പോയെന്ന് എൻ്റെ അഭിപ്രായം. ഒരു സീറ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ, ഒരു 3-4 സീറ്റിൻ്റെ കാര്യത്തിൽ നേതൃത്വത്തിന് ജില്ലാ പഞ്ചായത്തിലും അധികാരം പിടിക്കാൻ പറ്റിയില്ല.
തിരുവനന്തപുരത്തെ 4 മുനിസിപ്പാലിറ്റികളും പിടിക്കാൻ അല്ല പറ്റില്ല. അതാ പറഞ്ഞത് കോർപ്പറേഷനും പോയി. മുനിസിപ്പാലിറ്റിയിലും ജില്ലാ പഞ്ചായത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പഴയ ചില ശൈലിയിലെ കാര്യങ്ങൾ ചില സീറ്റുകൾ കയറി വന്നു. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ലഭിച്ചില്ല. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി അടക്കം അതൊക്കെ പാർട്ടിക്കകത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് ഞാൻ ഒരു വിട്ടുവീഴ്ചയുമില്ല. കോർപ്പറേഷനിൽ നമ്മൾ ഓക്കെ തെറ്റില്ലാതെ പെർഫോം ചെയ്തു. പക്ഷേ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ പിടിക്കേണ്ടതായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഒരു 2-3 സീറ്റിൽ കറക്റ്റ് പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് വിജയിച്ചേനെ. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടി. ബ്ലോക്ക് പഞ്ചായത്തുകൾ കഴിഞ്ഞ പ്രാവശ്യം ആകെ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് സമാസമത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ 6-7 ബ്ലോക്ക് പഞ്ചായത്തുകൾ കിട്ടി. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഒരു പൊളിറ്റിക്കൽ വോട്ടിൻ്റെ ഗുണത്തിൽ നമുക്ക് നല്ലതാണ്. പക്ഷേ പാർട്ടി അല്പം കൂടി സീരിയസ് ആയിട്ട് കണ്ടായിരുന്നെങ്കിൽ മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തും പിടിക്കാൻ കഴിയാതെ. ഒരു 3-4 കാൻഡിഡേറ്റ്സിൻ്റെ വിഷയം അതിലേക്ക് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് വലിയൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഒരു അഴിച്ചുപണി ആവശ്യമല്ലേ? പണ്ടൊക്കെ ഈ യുവ നേതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുമായിരുന്നു. ഇപ്പോൾ താങ്കളെ പോലുള്ളവർ എന്തിനാണ് തുറന്നു പറയാൻ മടിക്കുന്നത്? ഇല്ല, ഞാൻ പറയുമ്പോൾ ഞാൻ അഴിച്ചുപണി എന്ന് പറയുമ്പോൾ വ്യക്തിയായിട്ട് പറയുകയല്ല. പക്ഷേ ഇങ്ങനൊന്നും പ്രവർത്തിച്ചാൽ പോരാ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പ്രവർത്തിച്ചാൽ പോരാ. ഈ കോർപ്പറേഷൻ ഇലക്ഷൻ നേരിടാൻ വേണ്ടി BJP എങ്ങനെ പ്രവർത്തിച്ചെന്നുള്ളത് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ കവടിയാർ വാർഡിൽ അവരുടെ മെക്കാനിസം എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് ഓടുന്നതെന്നറിയാം. എനിക്ക് ഈ DCCക്കകത്തിരുന്ന് 1.5 മുറി കമ്പ്യൂട്ടറും വെച്ചിട്ടൊന്നും ഇന്നത്തെ കാലത്തിന് ഓടിക്കാൻ പറ്റത്തില്ല. ഇത് ലീഡർഷിപ്പ് മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. കാരണം പ്രൊഫഷണലായിട്ട് ഓടുന്ന DCCകളുണ്ട്, കംപ്ലീറ്റ്ലി അൺപ്രൊഫഷണലായിട്ട് ഓടുന്ന DCCകളുണ്ട്. ശരി, അത് വ്യക്തി കേന്ദ്രീകൃതമല്ല. അത് ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഒരു പ്രൊഫഷണൽ ജോബാണ്, ചിട്ടയുള്ള ജോബാണ്. അത് ഫോളോ അപ്പ് ഉണ്ടാകണം. ഇപ്പോൾ SIRൻ്റെ വർക്ക് കിടക്കുന്നു. ഇത് ഒരു വലിയ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കോൾ സെൻറ്റർ ഓടിക്കുന്നവർ ഓടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ ബോധ്യം പതുക്കെ പാർട്ടി വരുന്നേ ഉള്ളൂ. പാർട്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ താഴെ തട്ടിൽ പലയിടത്തും തിരുവനന്തപുരം DCCയിലൊക്കെ ആ ഒരു മാറ്റങ്ങൾ വരേണ്ടതാണ്. വാർ റൂം എന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, കോൺഗ്രസിൻ്റെ വാർ റൂം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന അംഗങ്ങൾക്കിടയിലുള്ള വാറല്ലേ നടക്കും? അല്ല, ഇത്തവണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വാർ റൂം എന്നൊക്കെ ഒരു തമാശയ്ക്ക് പറഞ്ഞാൽ ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനിക്കൊരു ഡിസ്കംഫേർട്ട് ഞാൻ പറയാം. വാർ റൂമിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോ ഇതിൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്നു. എന്തോന്ന് വാർ റൂം? അതെ, തന്ത്രങ്ങളെല്ലാം പരസ്യപ്പെടുത്തുകയാണ്. നമ്മൾ തമാശയ്ക്ക് പറയും, ആ പാളയം ജംഗ്ഷൻ 2 ബോർഡ് വെച്ചിട്ടുണ്ട്. വാർ റൂം ഇടത്തോട്ട്, പിന്നെ വലത്തോട്ട്, DCC എത്തിയ മുകളിലോട്ട്. എന്ത് വാർ റൂമായത്? ഇതൊക്കെ ചെയ്യേണ്ട രഹസ്യമായിട്ട് ഇപ്പോൾ CPMൻ്റെയോ അല്ലെങ്കിൽ BJPയുടെയോ അല്ലെങ്കിൽ അവരുടെയൊക്കെ എന്താണെന്ന് നമുക്കറിയാവും. നമ്മൾ കേട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അതുപോലും ഭയാനകമാണ്. അത്തരത്തിലൊരു പ്രൊഫഷണൽ സംവിധാനത്തിലേക്ക് പാർട്ടി മാറണം. അത് ഡൽഹിയിൽ മാറിയിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ ലീഡർഷിപ്പ് ലെവലിൽ മാറുന്നുണ്ട്. പക്ഷേ അതിനെയും DCCകളും അങ്ങനെ മാറിയ DCCകളുണ്ട്, അങ്ങനെ മാറാത്ത DCCകൾ ഉണ്ട്. നമുക്ക് പറഞ്ഞില്ലേ, പഴയ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പോലും സോഷ്യൽ മീഡിയയിൽ കൂടെ കാര്യങ്ങൾ കാണുന്നതാണ്. ഈ BJP CPM പടച്ചു വിടുന്ന ക്യാപ്സ്യൂളുകൾ വിശ്വസിക്കുന്ന ആളുകളാണ്. ആ കാലത്ത് ഇപ്പോഴും നമ്മൾ പുറകിലാണ്. അതൊന്നും മാത്രമല്ല, നമ്മുടെ പല നേതാക്കൾക്കും സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ, ഞാനിന്ന് തെക്കോട്ട് പോയി ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തു, അതിൻ്റെ 4 ഫോട്ടോ എടുത്ത് 100 പേർക്ക് അയക്കുകയാണ്. എന്നോട് തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ 10 പ്രധാനപ്പെട്ട പൗരന്മാർ ഒരാൾ എന്നോട് പറഞ്ഞ, നിങ്ങളുടെ നേതാവ് എനിക്ക് ഡെയിലി വാട്സാപ്പ് അയക്കും, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഞാൻ അങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തു, അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? നാടിനെന്താണ് ഗുണം? നിങ്ങൾ അയക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാം, നിങ്ങൾ പോയിന്റുകൾ പറയാം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പറയാം. അത് പറയാം. നമ്മുടെ ആളുകൾ മനസ്സിലാക്കും. നമ്മുടെ ആൾക്കാർ ഹൈടെക് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ പത്രത്തിൻ്റെ ഫോട്ടോ ഇടിച്ചിടുന്ന പോലെ, പത്രത്തിൻ്റെ ഫോട്ടോയിൽ തലയുടെ ഒരു 1/2 മില്ലിമീറ്റർ ഫോട്ടോയിൽ കണ്ട് ഇപ്പോഴും നമ്മൾ നിർവൃതി അടയാണ്. അതൊന്നും ഒരു കാര്യവുമില്ല. പണ്ട് പറയാറുണ്ട്, ശ്രീചിത്ര തിരുനാൾ ജയന്തിയുടെ പടം വരുമ്പോൾ ഒരു നേതാവിനെ ഒന്ന് ഒഴിവാക്കി ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർക്ക് ഒരു അവാർഡ് കൊടുക്കാമെന്ന്. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇടിച്ചു നിൽക്കുന്ന ആ ഒരു കാലമൊക്കെ കഴിഞ്ഞില്ലേ? ആ കാലം അതല്ല. ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാരെ ഞാൻ ആൾക്കാരെന്ത് നമ്മുടെ ഈ ചെറുപ്പക്കാരൊക്കെ അവർ പൊളിറ്റിക്കലൊക്കെ അല്ലെങ്കിലും അവർക്കിതൊക്കെ അവർ വളരെ തമാശയോടെയാണ് കാണുന്നത്. നമ്മൾ ഈ പൊളിറ്റിക്കൽ ട്രോളുകൾ തന്നെ പല കാര്യങ്ങളിലും അവരൊക്കെ ഇതൊന്നും ആൾക്കാർക്ക് താല്പര്യം, പ്രായമുള്ള ആളുകൾക്ക് പോലും എന്ന് വെച്ചാൽ ഇപ്പോൾ രാജേഷയുടെ തലമുറയോ എൻ്റെ അമ്മയുടെ തലമുറയുള്ള ആളുകൾ പോലും ഇത് അരോചകമാണെന്ന് പറയുകയാണ്. ഞാൻ എല്ലായിടത്തും ചെറുപ്പക്കാർ വന്ന് മാറ്റം ഉണ്ടാക്കണമെന്ന് പറയുന്ന ഒരാളല്ല. പക്ഷേ സീനിയേഴ്സിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി കാലാനുസൃതമായിട്ടുള്ള മാറ്റം, നമുക്ക് രാഷ്ട്രീയം എന്താണ്? ജനങ്ങളോട് സംവദിക്കുക. ആ ജനങ്ങളോട് സംവദിക്കുക എന്നുള്ളത് നമ്മൾ ആ സംവദിക്കുമ്പോൾ അവർക്ക് സംവദിക്കാനുള്ള മേഖലകൾ മാറുകയാണ്.
അത് സമ്മതിക്കാൻ എൻ്റെ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നതല്ല അവരായിട്ട്. ഇപ്പോൾ കവടിയാറിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ ഒരു വോട്ടിനാണ് അവിടെ കോൺഗ്രസ് ജയിച്ചത്. ഇത്തവണ താങ്കളുടെ ഭൂരിപക്ഷം 74 മനസ്സിലാക്കുന്നത്. പക്ഷേ BJPയുടെ വിമതനും അപരനും കൂടെ ചേർന്ന് 100-ലധികം വോട്ട് പിടിച്ചു. അല്ല, അത് BJPയുടെ അപരനാണെന്ന് അദ്ദേഹവും സമ്മതിക്കത്തില്ല. അദ്ദേഹം അവിടെ കേബിൾ TV ബിസിനസ്സൊക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ എല്ലായിടത്തു നിന്നും പോയിട്ടുണ്ട്. ആ 100 വോട്ട് പിടിച്ച ആ കുട മത്സരിച്ച സ്ഥലത്ത് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ എത്രയോ കാലമായിട്ടുള്ള ബിസിനസ് കേബിളിൽ നടത്തുന്നതല്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും സാറേ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കാരണം അല്ലേ എൻ്റെ അച്ഛൻ പണ്ട് തിരുവനന്തപുരം നോർത്തിൽ കാർത്തിക സാറിനോട് വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ നമ്മൾ ബന്ധുക്കളായതുകൊണ്ട് ഇപ്പം ഇന്നയാളുടെ വർക്ക്. അപ്പോൾ അത് BJP വോട്ട് മാത്രമല്ല പോയത്. അല്ല, BJP വോട്ടെന്നല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസിനുള്ള എതിർ വോട്ട് ആ മൊത്തം നോക്കുമ്പം നമുക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാട്ടി കൂടിയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, എൻ്റെ ചോദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ, കവടിയാർ ഇലക്ഷൻ്റെ ഒരു 3 ദിവസം മുമ്പ് എൻ്റെ ഓഫീസിലേക്ക് വോട്ട് തേടി വന്ന ആളുകളുടെ എണ്ണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പേര് സഹിതം. ഒരു 350 ആളുകൾ മിനിമം. അപ്പോൾ എനിക്ക് ആ നാട്ടുകാരെ കുറ്റം പറയത്തില്ല. ആളുകൾ നോക്കുമ്പം അവർ വോട്ടർ പട്ടികയുണ്ട്. ലോക്സഭാ ഇലക്ഷനും നിയമസഭയ്ക്കും വോട്ട് ചെയ്തു. എന്തുകൊണ്ട് കോർപ്പറേഷന് വോട്ടില്ല? ഇവരൊന്നും സാധാരണ കോർപ്പറേഷന് വോട്ട് ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിത്വം പിന്നെ കോൺഗ്രസ് ഇങ്ങനെ സ്ട്രോങ് ആയി വരുമ്പോൾ ഫ്ലാറ്റിൽ നിന്ന്, വീടുകളിൽ നിന്ന് ആളുകൾ വോട്ട് ചെയ്യാൻ വരികയാണ്, ഇവിടുത്തെ പ്രമുഖരടക്കം. പക്ഷെ അവരൊക്കെ ഒന്ന് നോക്കുമ്പോൾ അവർക്ക് വോട്ടർ പട്ടിക പേരില്ല. ഈ BJP ഇത്തവണ ജയിപ്പിച്ചതും ഈ ഇലക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം ശരിയായിട്ടുള്ള രീതിയിലല്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഷാജഹാൻ സാർ ആൻഡ് കോ, ഞാനിതൊരു 3-4 മാസമായിട്ട് വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ, വോട്ടുകളുടെ ഇരട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അല്ല, ഷാജഹാൻ പക്ഷേ വളരെ നല്ലൊരു ഷാജഹാൻ സാർ അതല്ല, പക്ഷേ ഓഫീസറാണ്. നല്ല ഓഫീസറാണ്, നല്ല വെൽ മീനിങ് ഓഫീസറാണ്. പക്ഷേ ഓഫീസ് ഇസ് ബിയോണ്ട് റിപ്പയർ. എനിക്ക് ലോജിക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കും. കവടിയാർ വാർഡിലാണ് നമ്മുടെ പഴയ നർമ്മദയുടെ മുന്നിൽ പഴയ സ്കൈലൈൻ ടെമ്പിൾ കോർട്ട് എന്നൊരു ഫ്ലാറ്റ് ഉണ്ട്, ആ പൈപ്പ് ലൈൻ റോഡിൽ. ഞാൻ വോട്ട് ചോദിച്ച് ഫ്ലാറ്റുകൾ തപ്പിപ്പോവാണ്. ഒരു ഫ്ലോറിൽ ഒരു ഫ്ലാറ്റ്, ഇപ്പോൾ 3A കവടിയാർ വാർഡാണ്, 3B അമ്പലമുക്ക് വാർഡാണ്. ഞാൻ മുകളിലോട്ട് കയറുമ്പം 4A പേരൂക്കട വാർഡാണ്. പിന്നെ മുന്നോട്ട് പോകുമ്പം ഒരു ഫ്ലാറ്റ് കുറവങ്കോണം വാർഡാണ്. റോഡിനപ്പുറം ഇപ്പുറം 2 വാർഡാറുണ്ട് പൊതുവെ. ഇത് ഒരു ഫ്ലാറ്റിൽ തന്നെ 2-3 ഫ്ലോറിൽ 4 വാർഡാണ്. ഇത് എന്ത് അടിസ്ഥാനത്തിലാണ്? പിന്നെ പുതിയൊരു വാർഡ് ഉണ്ടാക്കി അമ്പലമുക്ക്. അപ്പോൾ 4 വീട് അമ്പലമുക്ക്, വലത്തോട്ട് പോയ 3 വീട് പേരൂർക്കട, അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയ 5 വീട് കവടിയാർ. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റും? ഇവർക്ക് നാളെ ഏത് കൗൺസിലർ ഇവർക്ക് കേട്ടറിയും? പിന്നെ ആളുകളുടെ വോട്ടുകൾ അശാസ്ത്രീയമായി, പ്രത്യേകിച്ച് പല ആളുകളുടെയും എനിക്കറിയാം. കാരണം അവസാനമൊക്കെ ഇപ്പം ഞാനായതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, വോട്ട് ചെയ്യാൻ പറ്റാതെ ഭയങ്കര വികാരധീന ആളുകൾ പോയി. ഇതിൽ പല ആളുകൾ നമ്മുടെ ഓഫീസിന് തെറ്റുപറ്റിയാന്ന് വിചാരിച്ച് എനിക്ക് വിഷമം തോന്നി. ഇലക്ഷൻ ദിവസം വോട്ടർ ഐ ഡി കൊണ്ട് വന്ന് തിരിച്ചു ആൾക്കാർ എത്രയാണെന്ന് അറിയാമോ? അത് ഭൂരിപക്ഷം കുറയാനൊരു കാരണമാണ് ഉറപ്പായിട്ട്. എനിക്ക് തോന്നുന്നു അത് ഈ അശാസ്ത്രീയമായ ഡീലിമിറ്റേഷനും പിന്നെ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക എന്താണെന്നറിയാത്ത ആളുകൾ കാരണം എനിക്ക് ലഭിക്കേണ്ട ഒരു 200-250 വോട്ട്. കാരണം ആ വോട്ട് വന്നാൽ അത് എനിക്കുള്ള വോട്ടാണ്. എനിക്കറിയാം എൻ്റെ കൂടെ പഠിച്ചവർ, ഫ്രണ്ട്സ്, നമുക്കുള്ള ബന്ധങ്ങൾ, പിന്നെ ഫ്ലാറ്റിലുള്ള ആളുകൾ, നമ്മുടെ ഒരു പ്രൊഫൈൽ. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ എനിക്ക് വോട്ടുകൾ പേരൊന്നും എടുത്ത് പറയാം, നമുക്കെല്ലാം അറിയാവുന്ന എത്രയോ ആളുകൾ വന്ന് ദുബായിൽ നിന്ന് വോട്ട് ചെയ്യാൻ വന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ BJP നേടിയ 50 സീറ്റുകൾ അത് CPM-നും കോൺഗ്രസിനും ഒരുപോലെ തിരിച്ചടിയല്ലേ? ആ വളർച്ച എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അത് BJP നേടി 50, BJPക്കാർ പോലും 50 സീറ്റ് ലഭിക്കുമെന്ന് വിചാരിച്ചില്ല. സത്യമായി എന്നോട് ചോദിക്കുകയാണ്, ഞാനും BJP, കാരണം നമ്മളൊക്കെ ഈ CPM-ൻ്റെ ഈ ഒരു സംഘടനാ സംവിധാനം, അവർക്കുള്ള കള്ളവോട്ട്, ഇതെല്ലാം. പക്ഷേ ഇത്തവണ BJP ജയിച്ചത് എങ്ങനെയാണ്? കൃത്യമായിട്ട് ഇടതുപക്ഷത്തിലുള്ള ആളുകൾ ഇവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് അവരുടെ സീറ്റുകളിൽ നിങ്ങൾ കഴക്കൂട്ടത്തെ ഭാഗം നോക്കൂ, തോറ്റതെല്ലാം CPM-ൻ്റെ പ്രധാനപ്പെട്ട സീറ്റുകളാണ്. ഇപ്പോൾ കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ 10-ൽ നിന്ന് നമ്മൾ UDF 20-ലേക്ക് എത്തി. ഇനിയിപ്പോൾ വിഴിഞ്ഞത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ എന്തായാലും ഒരു സീറ്റ് കൂടെ കൂടും. അല്ല, CPM അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള ഒരു എന്താ പറയുന്നത്, ആ ഒരു കോൺസെപ്റ്റ് CPM അല്ലെങ്കിൽ BJP എന്നുള്ള നിലയിലേക്ക് വന്നത് താഴോട്ട് പോകുന്നത് അപ്പോഴും കോൺഗ്രസ് തന്നെയല്ലേ? അതുകൊണ്ട് ഇപ്പം നമ്മൾ മെച്ചപ്പെടുത്തിയത് കൊണ്ടും ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ കേരളത്തിൽ മുഴുവൻ ഒരു പെർഫോമൻസ് ഉള്ളതുകൊണ്ടും BJPക്ക് ഒരു ബദൽ നാഷണലിയും കേരളത്തിലും കോൺഗ്രസ് ആണെന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്കുണ്ടായി. എനിക്ക് ഇലക്ഷൻ്റെ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ CPM-കാർ പറയും BJPക്ക് ബദൽ അവരാണെന്നുള്ളത്. ഇപ്പോൾ BJPക്കുള്ള ബദൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF മാത്രമാണെന്ന് ഒരു പൊളിറ്റിക്കൽ വിക്ടറിയാണിത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പോയെങ്കിലും മൊത്തം കോർപ്പറേഷനുകളിൽ ഒരെണ്ണം മാത്രമേ ഇനി കിട്ടുന്നുണ്ടെങ്കിലും ഈ
CPM കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഭരിക്കുകയാണ്. ആ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിലും ഇത്രയും അവർക്ക് ആ നിലയ്ക്ക് നോക്കിയാൽ വലിയൊരു പതനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ നിങ്ങൾ നോക്കൂ, ഈ ഡീലിമിറ്റേഷൻ നടത്തിയത് ഇവരെ വിജയിപ്പിക്കാൻ വേണ്ടിയല്ലേ. 100 വാർഡ് 101 വാർഡാക്കാൻ വേണ്ടി എല്ലാ വാർഡുകളും വെട്ടിക്കുറച്ചില്ലേ. പിന്നെ ഇവർ BJP സഹായിക്കാൻ ചെയ്ത ചില കാര്യങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള തീരദേശ മൈനോറിറ്റി മേഖലകൾ എന്തിനാണ് വെട്ടിക്കുറച്ചത്? 2 വാർഡുണ്ടായിരുന്ന ഭീമാപ്പള്ളി ഒറ്റ വാർഡാക്കി 17,000 വോട്ട്, പൂന്തുറ വാർഡ് 13,000 വോട്ട്, വിഴിഞ്ഞം, വേളാറ്, പോർട്ട്, ഹാർബർ 10,000 വോട്ട് വെച്ച്, വെട്ടുകാട് 12,000 വോട്ട്, വലിയതുറ 13,000 വോട്ട്. അപ്പോൾ തീരദേശത്ത് കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുത്തമ്പള്ളി അടക്കം ഭീമാപ്പള്ളിയുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസ് UDF ജയിക്കാതിരിക്കാൻ വേണ്ടി അവിടെ സീറ്റുകളുടെ എണ്ണം കുറച്ചു. നിങ്ങളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. നമ്മൾ പ്രകടനപത്രികയിൽ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കോർപ്പറേഷനിൽ ഈ ജനസംഖ്യാപരമായി ഈ ഏറ്റക്കുറച്ചിലുണ്ടായ വാർഡുകളെ പ്രത്യേകമായി സഹായിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളത് പാങ്ങപ്പാറ എന്നൊരു പുതിയ വാർഡ് വന്നു, 3000 വോട്ടർമാരാണ് ഉള്ളത്. ആ ശ്രീകാര്യത്തിനും നമ്മുടെ ഇതിനും ഇടയ്ക്കുള്ളത്. അവിടെ 2000 വോട്ട് മത്സരിച്ചു, ഒരു സ്ഥാനാർത്ഥിക്ക് 600 വോട്ട് കിട്ടി, ബാക്കി 2 പേർക്ക് 500. പാങ്ങപ്പാറ 3000 വോട്ടർമാർ, ഭീമാപ്പള്ളി 17,000 വോട്ടർമാർ. ഇതാരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്? ഇതാര് ചെയ്തതാണ്? പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതൊന്നും ഗുണം ചെയ്തോ? ഞാൻ പറഞ്ഞില്ലേ, ഭീമാപ്പള്ളി ഇപ്പോൾ സാധാരണ ഉള്ളവർ ഭീമാപ്പള്ളി 2 വാർഡായിരുന്നെങ്കിൽ 2 UDF ജയിച്ചേനെ. ഇപ്പോൾ ഈ പണ്ട് കണ്ണാന്തുറ ഉണ്ടായിരുന്നു, വലിയതുറ ഉണ്ടായിരുന്നു, വെട്ടുകാട് ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് 2 വാർഡായി. അപ്പോൾ സീറ്റുകൾ സത്യം പറഞ്ഞാൽ കുറഞ്ഞത് UDFൻ്റെ കുറയണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തതാണ്. ഞാൻ രാഷ്ട്രീയമല്ല, അതിനുള്ളൂ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഉള്ള റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നമില്ലേ. നാളെ ഏറ്റവും കൂടുതൽ കടൽ കയറുന്ന സ്ഥലമാണ് ഈ തീരദേശ മേഖലയൊക്കെ. അവിടെ ഉള്ള കൗൺസിലർക്ക് ഒരേ ഫണ്ട്, 3000 വോട്ടുള്ള പാങ്ങപ്പാറയിലെ കൗൺസിലർക്ക് ഒരേ ഫണ്ട്. അതെങ്ങനെ അവർ ഡിസ്പ്രപ്പോർഷൻ അവർ ക്ലിയർ ചെയ്യും? ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഇത് നിരാശയല്ല, എൻ്റെ കൂടി തീരുമാനമാണെന്ന്. പക്ഷേ താങ്കൾ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയിരിക്കുകയാണ്. താങ്കൾ അരുവിക്കരയിൽ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻറ്ററിലോ എവിടെയാണെങ്കിലും ഒരിക്കൽ കൂടി മത്സരിക്കാൻ എല്ലാ യോഗ്യതയുമുള്ള, നിയമസഭയിൽ നല്ല രീതിയിൽ MLA എന്നുള്ള നിലയിൽ ശോഭിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് അതൊരു താഴോട്ടുള്ള ചാട്ടമായില്ലേ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. എന്നോട് പാർട്ടി, ഞാൻ ബോംബെ ഇരുന്നപ്പോൾ എന്നോട് വന്ന് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ 3 തവണ നിയമസഭ മത്സരിച്ചു, 2 തവണ വിജയിച്ചു, 1 തവണ ചെറിയ മാർജിനിൽ തോറ്റു. ഞാനോട് എടുത്തൊരു തീരുമാനം, പാർട്ടി എന്നോട് കവടിയാർ മത്സരിക്കാൻ പറഞ്ഞു, ഒരു മുഖമായി നിൽക്കാൻ പറഞ്ഞു. അത് ഞാൻ അനുസരിച്ചു. അൾട്ടിമേറ്റ്ലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനത് ഫിലോസഫിക്കലായിട്ട് ഒരു പക്ഷേ അച്ഛനൊക്കെ പറഞ്ഞതായിരിക്കും, ഈ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അതൊരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും. പാർലമെൻ്ററി അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പല ആളുകളെ കാണുന്ന പോലെ എന്നെ കാണരുത്. എനിക്ക് അത് ഏത് കസേരയായിരിക്കും, ഈ കസേര വേറെ കസേര, ഞാൻ ഓക്കെ വിത്ത് ദാറ്റ്. പാർട്ടി പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു. മറ്റു ചിലർ പറയുന്നത്, വിമർശകർ പറയുന്നത് താങ്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെട്ടാൻ വേണ്ടിയാണ് കോർപ്പറേഷനിലേക്ക് ഒതുക്കിയതെന്നാണ്. ഞാനതൊന്നും വിശ്വസിക്കുന്നത്. ഞാനോടൊരു തീരുമാനം എടുക്കുമ്പോൾ എങ്ങനെ അത് വെട്ടാൻ പോകുന്നത്? താങ്കൾ ഞാൻ പക്ഷേ ഞാനതിനൊരു കാര്യം ഞാൻ പറയാം, അതൊരു ധൈര്യം ഞാൻ കാണിച്ചു. പല ആളുകളോടും പറഞ്ഞിട്ടും അത് ചെയ്യണം എന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്നത് എൻ്റെ പാർട്ടി ബോധ്യം കാരണമാണ്, പാർട്ടിയുള്ള വിശ്വാസം കാരണമാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എന്താ പറയുക, ആദ്യം പ്രഖ്യാപിച്ചത് 20 കാൻഡിഡേറ്റ്സാണ്. അപ്പം ഞാനടക്കമുള്ള പേരുകൾ വന്നപ്പം അത് കോൺഗ്രസ്സിന് വലിയൊരു വിശ്വാസം നൽകി. ഇപ്പോൾ അനിൽ അക്കരെ മത്സരിക്കുന്നു അടാട്ടിൽ, MLA മാത്രമേ ആവൂ എന്ന് വാശി പിടിച്ചത് യൂത്ത് കോൺഗ്രസ്സുകാർ ജില്ലയിലും ബ്ലോക്കിലും മത്സരിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരാൾ എന്നെ എറണാകുളത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്ന ആൾ LDF ജയിക്കുന്ന വാർഡിൽ പോയി തിരിച്ച് മത്സരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ആത്യന്തികമായി അറിയപ്പെടുന്നത് നമ്മളുടെ ഓരോ നിലപാടുകളുടെയോ പ്രവർത്തികളുടെ പേരിലായിരിക്കും. ഇപ്പോൾ നാളെയൊക്കെ എൻ്റെ ഒരു കാലം കഴിയുമ്പം, പണ്ട് 2025 ശബരിനാഥൻ റിസ്ക് എടുത്ത് വാടി മത്സരിച്ചു, അത് കാരണം ഒത്തിരി സീറ്റ് കിട്ടി, പിന്നെ ഭരണത്തിൽ വരാൻ ഒരു കാരണമായെന്ന് പറയുന്നത്. ഇപ്പോൾ കവടിയാറി താങ്കൾ മത്സരിച്ചുകൊണ്ട് ഒരു പക്ഷേ 4 മാസം കഴിയുമ്പം നിയമസഭയിലേക്ക് മാറിപ്പോകുന്നുള്ളൊരു തോന്നൽ ചില വോട്ടർമാരുടെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടവർ പ്രചരിപ്പിച്ചു. അവർ ഭയങ്കരമായിട്ട് BJPയും CPM മത്സരിച്ച് അവിടെ പ്രചരിപ്പിച്ചത് ഈ കാര്യമാണ്. അത് ഇച്ചിരി വോട്ട്, അത് ഞാൻ കുറ്റം പറയത്തില്ല, കാരണം അങ്ങനെ ഒരു പ്രചരണം 2 സൈഡിൽ നിന്നും ഉണ്ടായി നടത്തുമ്പം. കാരണം എന്നെ അറിയാവുന്ന ആളുകൾ, എന്നോട് ബന്ധമുള്ള ആളുകൾ, പേഴ്സണൽ ബന്ധമുള്ള ആളുകൾ, അവരുടെയൊക്കെ വോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ അവർ ഭയങ്കരമായിട്ട്, പിന്നെ അവർ ഇപ്പം എൻ്റെ ഒരു സ്റ്റൈല് ഞാൻ പറഞ്ഞു, ഞാൻ അരുവിക്കര MLA ആയിരുന്നപ്പോഴും ഇപ്പോൾ റോട്ടാറിങ് ഉണ്ടെങ്കിൽ രാവിലെ പോകുന്ന ഒരാളാണ് ഞാൻ, വളരെ ഗ്രൗണ്ടിലുള്ള ആളാണ്. നമ്മളറിയാത്ത ആളുകൾക്കിടയിൽ അവർ ഭയങ്കര കാണാൻ പറ്റത്തില്ല. ചിലത് അടിച്ചിറക്കിയത്, ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്, ഞാനാണെങ്കിൽ കവടിയാർ വാർഡ് KPCയുടെ ഓപ്പോസിറ്റ് വരെയുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് 100 മീറ്ററേ ഉള്ളൂ, എൻ്റെ വാർഡ് തൊട്ടപ്പുറത്തുള്ള വാർഡാണ്. അപ്പോൾ അറിയാത്ത ആൾക്കാരോട്, പുള്ളിക്കാരൻ എറണാകുളത്താണ് താമസം,
അവിടെയൊക്കെയാണ് ചാർജ്, ഇവിടെ ഒന്നും വരത്തില്ല. അപ്പം ഞാൻ അതൊക്കെ ഇലക്ഷൻ പറയുന്നതാണ്. പക്ഷേ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലാണ് ആരൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയുമാണ്. പക്ഷേ പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരു നേതാവാണ് താങ്കൾ. അന്നേരം പാർട്ടി ഇനിയും മത്സരിക്കണമെന്ന് പറഞ്ഞാലോ? അല്ല, പാർട്ടിയുടെ തീരുമാനങ്ങളല്ല, ഞാൻ പറഞ്ഞല്ലോ. പാർട്ടിക്ക് പക്ഷേ കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ഈ നിയമസഭാ ഇലക്ഷനെക്കുറിച്ച് ഉണ്ട്. അത് പാർട്ടിക്ക് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറി പാർട്ടി കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതിപ്പം ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിയമസഭ ഞാനില്ലെങ്കിൽ പ്രളയം എന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കൊന്നുമില്ല. ഇവിടെ കൃത്യമായിട്ട് പക്ഷേ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി കൂടെ ഉണ്ട്. അതിൽ എന്നെക്കുറിച്ച് പലരും പറഞ്ഞിരുന്ന ഒരു വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നത് ഞാൻ ഈ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. ഇടിച്ചു കയറുന്നില്ല. എന്നോട് എനിക്കറിയാം. ഈ തിരുവനന്തപുരത്തെ പല മാധ്യമ ഫോട്ടോഗ്രാഫേഴ്സും പറയും, ഈ തിരുവനന്തപുരത്ത് പാർട്ടി പരിപാടി നടക്കുമ്പോഴത്തേക്കും എല്ലാവരും ഈ ഫോട്ടോഗ്രാഫർ കേരളോദിയൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇടി കൂടും. ആ ഇടി കൂടുമ്പോൾ പുറകെ പോകുന്ന ഒരാളാണ് ഞാൻ. ഇവിടുത്തെ രാഷ്ട്രീയത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയതാണോ? അല്ല, പക്ഷേ എനിക്കിപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഞാനിവിടെ ലീഡർഷിപ്പ് നിന്ന് മത്സരിക്കുമ്പം എന്നെപ്പോലത്തെ ആളുകൾ ഇടിച്ചു നിൽക്കാത്തൊരു ന്യൂനത പാർട്ടിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനെന്തായാലും ഫോട്ടോയ്ക്ക് ഇടിച്ചു നിൽക്കത്തില്ല. പക്ഷേ തിരുവനന്തപുരത്തെ പാർട്ടി കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടി കാര്യങ്ങളിൽ KP ജനറൽ സെക്രട്ടറിയാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ്. അല്ലാതെ നമ്മൾ മടിച്ച് നിന്ന് എനിക്കൊരു അധികാരം ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്നായിരുന്നു നാളെ ചോദിക്കല്. അതെനിക്കൊരു കഴിഞ്ഞ 2-3 വർഷം പതുങ്ങി നിന്നതിന് ഒരു പ്രായശ്ചിത്തമായി. ഫോട്ടോയിൽ ഇടിച്ചു നിൽക്കത്തില്ല, പക്ഷേ പാർട്ടി കാര്യങ്ങൾ ശക്തമായിട്ട് ഇടിച്ചു നിൽക്കാനുള്ള തീരുമാനം തന്നെയാണ് എനിക്കുള്ളത്. ഇടയ്ക്കെന്ന് ചോദിച്ചോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീ ശശി തരൂർ താങ്കൾക്ക് വേണ്ടി വീടുകൾ കയറി ഇറങ്ങാൻ ഒരു ദിവസം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് അവിടെ നമ്മുടെ ട്രിവാൻഡ്രം ബിഷപ്പ് ഹൗസും നമ്മുടെ ലത്തീൻ ട്രിവാൻഡ്രം ചേർച്ചും കവടിയാർ വാർഡാണ്. അപ്പോൾ അവിടെ അദ്ദേഹം രാവിലെ ഒന്ന് പള്ളിയിൽ വന്നായിരുന്നു. പിന്നെ ചില വാർഡുകളിലൂടെ കയറി. താങ്കൾ നേരത്തെ ശശി തരൂർ നേരത്തെ അല്ല ഇപ്പോഴും നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ്, നല്ല അടുപ്പമുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ ശശി തരൂർ അടുത്തിടെയായിട്ട് എടുക്കുന്ന ചില നിലപാടുകൾ കോൺഗ്രസിനെ വല്ലാതെ വിഷമത്തിലെത്തിക്കുന്നില്ലേ? എന്നാ മതി, ശശി തരൂർ എന്ന MP-ക്ക് സ്വതന്ത്രമായിട്ട് നിലപാടുകളെടുക്കാം, കാര്യങ്ങൾ പറയാം. ശശി തരൂർ എന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പറിനും ശശി തരൂർ എന്ന AICC അധ്യക്ഷനായിട്ട് മത്സരിച്ച വ്യക്തിക്കും പാർട്ടി ചട്ടക്കൂടി നിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് അദ്ദേഹത്തിനോട് എനിക്ക് ഞാൻ പറയാനുള്ളത്, ശശി തരൂരിൻ്റെ നോൺ പൊളിറ്റിക്കൽ പല കാര്യങ്ങൾ നിലപാടിനാണ് പൊതുസമൂഹം കൈയടിക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ഈ ഫാമിലി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെതിരെ പറഞ്ഞതോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളും ജനം കൈയടിക്കുന്നില്ല. ശശി തരൂരിന് രാഷ്ട്രീയത്തിലുപരിയായ ഒരു വീക്ഷണം ഉണ്ടെന്നുള്ളതിനാണ് കേരളത്തിലെ ജനങ്ങൾ കൈയടിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിനകത്ത് അതേ ഒരു ക്ലാരിറ്റിയിൽ കുറവ് പറയുന്ന കാര്യങ്ങളിൽ ജനം കൈയടിക്കുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വീക്ഷണം ഉണ്ടെങ്കിൽ ശശി തരൂരിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് അല്ലേ പരാജയപ്പെട്ടു? അല്ലെ കോൺഗ്രസ് നേതൃത്വം? തീർച്ചയായിട്ടും അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇവിടെ സാധാരണ രാഷ്ട്രീയക്കാർക്ക് സമ്മതിക്കാൻ കഴിയാത്ത, അവർ വോട്ട് ചെയ്യില്ല എന്നുള്ളതല്ല, ഒരു വിഭാഗമായിട്ട് സമ്മതിക്കാൻ കഴിയുന്ന ആൾ ഡോക്ടർ തരൂരാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടോ എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സായിട്ടുള്ള ലീഡേഴ്സ് ഉള്ളത് ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. അത് ശ്രീ KC വേണുഗോപാലാവട്ടെ, ശ്രീ VD സതീശനാവട്ടെ, രമേശ് ജി ആവട്ടെ, ഡോക്ടർ തരൂരാവട്ടെ, കുടുക്കുന്നൂരാവട്ടെ, KM ആവട്ടെ, ഇത് എല്ലാ തരത്തിലുള്ള ഇവർക്കെല്ലാം ഒരു കോർ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ഇപ്പോൾ LDFന് MV ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും അല്ലെങ്കിൽ നാളെ ബിനോയ് വിശ്വം എന്ന് പറയുമ്പോഴും ഇവരുടെയൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസി ഒന്നാണ്. അതിനപ്പുറത്തൊരു കോൺസ്റ്റിറ്റ്യുവൻസിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വ്യത്യസ്ത കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വ്യത്യസ്ത സ്വരമുള്ളതുകൊണ്ട് എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണമെന്നുള്ളൊരു മോഹമുണ്ട്. ഇല്ല, അതൊക്കെ ആരാന്നുള്ള പാർട്ടി തീരുമാനിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഈ വ്യത്യസ്ത കോൺസ്റ്റിറ്റ്യുവൻസിയെ അഡ്രസ്സ് ചെയ്യാൻ, ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്യാൻ, ആ ദിശയിൽ രാഷ്ട്രീയമില്ലാത്ത ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ തരൂർ സാറിനെ ഉപയോഗിക്കൂ. കൃത്യമായിട്ടുള്ള നാളത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ രാഷ്ട്രീയം പറയാൻ, BJP വിരുദ്ധ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ, അല്ലെങ്കിൽ ഡൽഹിയിലെ കാര്യങ്ങൾ പറയാൻ ശ്രീ KC വേണുഗോപാലിനെ ഉപയോഗിക്കും. തരൂരിനെ പാർട്ടി കൈവിടരുതെന്നാണോ താങ്കളുടെ അഭിപ്രായം? അല്ല, ആരെയും പാർട്ടി കൈവിടുന്ന അഭിപ്രായക്കാരൻ അദ്ദേഹം ഞാൻ എവിടെയാണ് കൈവിടുന്നത്? അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞാനിവിടെ ഏത് വഴിക്ക് പോയാലും ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ളൊരു ലൈൻ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച പോലെ തോന്നുന്നുണ്ട്. ഇല്ല, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇന്നലെ നമ്മുടെ തൊഴിലുറപ്പ് ബില്ലിൽ സംസാരിച്ച 2 ആൾക്കാരാണ്, പ്രിയങ്ക ഗാന്ധി, ഡോക്ടർ തരൂരും. വളരെ ഇഫക്റ്റീവായിട്ട് സംസാരിച്ചു. അപ്പം ഡോക്ടർ തരൂരിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷെ അതേസമയം താനൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എന്നുള്ള ബോധ്യം, AICC അധ്യക്ഷൻ ആയി മത്സരിച്ച ഒരാളാണെന്നുള്ള ബോധ്യം ഡോക്ടർ തരൂരിനും വേണം. പണ്ട് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിലെ യങ് ടർക്സ്, ഇപ്പോൾ വയലാർ രവി,
AK ആൻ്റണി, VM സുധീരൻ, ഉമ്മൻചാണ്ടി തൊട്ട് താങ്കളുടെ പിതാവ് ആദരണീയനായ ശ്രീ G കാർത്തികൻ വരെ, അവരൊക്കെ ഈ അന്നത്തെ ഈ തിളയ്ക്കുന്ന യൗവനത്തിൻ്റെ പ്രതിനിധികളായിരുന്നു. നേതൃത്വത്തിൽ വലിയ മാറ്റം വേണം, യുവതലമുറയ്ക്ക് അവസരം വേണം എന്നൊക്കെ വാദിച്ചിരുന്നു. പക്ഷേ ഇന്ന് അത്തരം ശബ്ദങ്ങളുണ്ടോ? അല്ല, ഫസ്റ്റ് ഇന്നും നേതാക്കൾ, ഈ ഞാൻ തലമുറ വ്യത്യാസത്തെ പറയുന്നില്ല, കണ്ടിന്യൂറ്റി വിത്ത് ചേഞ്ചാണ്, പക്ഷേ എങ്കിലും പലരും ഇപ്പോഴും മത്സരിക്കാനായിട്ട് ഇടിച്ച് നിൽക്കുകയല്ലേ? ഞാൻ പറയട്ടെ, അത് ഈ കാലഘട്ടവും മാറി. ഇപ്പോൾ 70കളിലെ പഴയ, ഇപ്പം നമ്മൾ സിനിമ എടുത്തു നോക്കൂ, അല്ലെങ്കിൽ സാഹിത്യം എടുത്തു നോക്കൂ, പഴയ ഇപ്പം എന്താ അസ്തിത്വ വിഷയമോ അല്ലെങ്കിൽ പഴയ ജോൺ അബ്രഹാമിൻ്റെ അഗ്രഹാരത്തിലെ കഴുതയോ ആ ഒരു കാലമോ 70s തിളയ്ക്കുന്ന 70കളോ 80കളോ ഒന്നുമല്ല. ഇന്നത്തെ കാലം മാറി. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കാലം മാറുന്നതനുസരിച്ച് യുവാക്കൾക്ക് നല്ലൊരു സ്പേസ് കോൺഗ്രസ് പാർട്ടി നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അടക്കം ബ്ലോക്ക് ഇതല്ല. പക്ഷേ ഈ കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം കറക്റ്റാണ്. ഇപ്പം രാജേഷേട്ടൻ എന്നോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എനിക്കെതിരെ ചോദിക്കുന്ന ആളുകൾ, അയ്യോ ഇനി ഇവിടെ മത്സരിച്ചുകൊണ്ട് നിയമസഭ മത്സരിക്കാൻ പറ്റത്തില്ലേ? ഈ മത്സരിക്കുക എന്നുള്ളതല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ. പക്ഷേ താങ്കളുടെ വ്യൂ ആണത്. അത് ആൾക്കാർ ഇവിടെ മത്സരിക്കേണ്ടേ അവിടെ മത്സരിക്കേണ്ടേ? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് വെച്ചാൽ ഒരു എപ്പോഴും ഒരു മത്സരിച്ചൊരു സീറ്റ് വേണം എന്നുള്ളതല്ല പൊളിറ്റിക്കൽ. ശരിയാണ്, താങ്കളുടെ കാഴ്ചപ്പാടിനോട് 100% യോജിക്കുന്നു. പക്ഷേ പല നേതാക്കൾക്കും അവരുടെ ഒരു മണ്ഡലത്തെ നറിഷ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. അടുത്ത തവണ എനിക്കൊരു സീറ്റ് കിട്ടണം, എനിക്ക് ജയിക്കണം, ആ തോന്നൽ ഒരു തലമുറ മാറിയിട്ടും പഴയ തലമുറ ഇപ്പോഴും ആ സീറ്റുകൾക്ക് വേണ്ടി നോക്കുന്നു. കോൺഗ്രസിൽ മറുഭാഗത്ത് CPM എത്രയോ യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവന്നു. അല്ല, അത് CPMൻ്റെ അവർക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവരെടുക്കുന്ന ചില നിലപാടുകൾ, അതിപ്പോൾ ടേമായിട്ട് ഞാൻ പറയുകയല്ല. ഇപ്പം DYFIയിലുള്ള ഒരാൾ DYFI കഴിഞ്ഞ് അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവുന്നു, പിന്നെ ഏരിയ സെക്രട്ടറി ആവുന്നു, പിന്നെ MLA ആവുന്നു, പിന്നെ തിരിച്ച് ജില്ലാ കമ്മിറ്റി മെമ്പറാവുന്നു. അപ്പോൾ അവരുടെ കരിയർ പ്ലാനിൽ പാർട്ടി ഉത്തരവാദിത്വമുണ്ട്, പാർലമെൻ്ററി ഉത്തരവാദിത്വമുണ്ട്. നിർഭാഗ്യവശാൽ യൂത്ത് കോൺഗ്രസ് ആയാലും KSU ആയാലും അവരുടെ കരിയർ പ്ലാനിൽ ഈ പാർട്ടി ഉത്തരവാദിത്വം ഒരു ഭൂഷണവും പാർലമെൻ്ററി ഉത്തരവാദിത്വവുമാണ്. അത് ആ ഒരു കൾച്ചർ മാറ്റം ഉണ്ടാവാതെ കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് ഈ കോൺഗ്രസും BJPയും CPMും ഒരേപോലുള്ള സമയത്ത് അത് മാറണമെങ്കിൽ ഈ പാർട്ടി മെഷീനറി ഓടിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു പ്രധാന, ഞാൻ ഇലക്ഷൻ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഈ സാധാരണ നിയമസഭയിൽ നമ്മുടെ മണ്ഡലം മാത്രമാണ് നോക്കുന്നത്, ലോക്സഭയാകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കും. പക്ഷേ ഈ കോർപ്പറേഷനിൽ 101 വാർഡുകളിൽ അപ്പോൾ എത്രയോ സമയങ്ങളുണ്ട് ഞാൻ രാത്രി ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പാർട്ടി സംവിധാനം ഇച്ചിരൂടെ ശക്തമായിരിക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി സംവിധാനം ഒരു കൺട്രോൾ സെൻറ്റർ, അതേത് കമ്പനിയും ഒരു കൺട്രോൾ സെൻറ്റർ ശക്തമായിരിക്കണം. ആ കൺട്രോൾ സെൻറ്റർ ശക്തമാകേണ്ടതും അപ് ടു ഡേറ്റ് ആവേണ്ടതുമാണ് കോൺഗ്രസ് പാർട്ടി. അതിനുള്ള മിടുക്കുള്ള ആൾക്കാർ ഈ പാർട്ടിക്കകത്തുണ്ട്. ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, താങ്കൾ കോൺഗ്രസ് യുവനിരയിലെ ഒരു വേറിട്ട ശബ്ദമാണ്. നമുക്കറിയാം കോൺഗ്രസിൻ്റെ അകത്ത് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു 5 വർഷം എടുത്തു കഴിഞ്ഞാൽ തന്നെ MLA പദവിയിലേക്കുമൊക്കെ ഇടക്കാല തിരഞ്ഞെടുപ്പിലൂടെ അടക്കം അതിലേക്ക് മുന്നിലേക്ക് വന്നു. പക്ഷേ അവർ വളരെ വൈബ്രൻ്റായിട്ടൊക്കെ വന്നെങ്കിലും പെട്ടെന്ന് പലരെയും നിരാശപ്പെടുത്തുന്ന ജീവിതശൈലിയിലേക്ക് പലരും പോയി. ചിലർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ധാർഷ്ട്യം, വലിയ ജനപിന്തുണയുണ്ടെന്ന് കരുതി വടക്കുന്നൊക്കെ MPമാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഭയങ്കരമായ ധാർഷ്ട്യം, അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വന്ന പാളിച്ചകൾ, ഇത് പാർട്ടിയെ ഭയങ്കരമായിട്ട് ദോഷം ചെയ്തിട്ടില്ലേ? അത് ഒരു തരത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ സെലിബ്രിറ്റി സ്റ്റൈല്, അതാരായാലും ഈ സെലിബ്രിറ്റി നമ്മുടെ പ്രവർത്തനത്തിലൂടെ ആവേണ്ടതാണ്. അല്ലാതെ നമ്മൾ സെലിബ്രിറ്റിയായി നടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം നമ്മളെയൊക്കെ ഇതാക്കിയെടുക്കുന്നത് പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ എത്രയോ ആളുകൾക്ക്, അച്ഛനെപ്പോഴും പറയും, നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കണം, അല്ലാതെ മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കില്ല. പക്ഷേ നമ്മുടെ കുറേ ആളുകൾക്ക്, ഞാൻ പേരെടുത്ത് പറയുകയല്ല, ആരെ ഉദ്ദേശിച്ചും പറയുകയല്ല, പക്ഷേ പെട്ടെന്നേ എനിക്ക് തന്നെ തോന്നാറുണ്ട്, നമ്മളൊരു യൂത്ത് കോൺഗ്രസിന് മീറ്റിങ്ങിൽ പോകുമ്പം ഈ ചന്ദ്രോത്സവം സിനിമയിൽ മോഹൻലാൽ പറയും, തിരിച്ചു വരുമല്ലോ മോഹൻലാൽ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് ആ വരിക്കാശ്ശേരിയുടെ വീട്ടിലെല്ലാം വലിയ വാഹനങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ മീറ്റിംഗ് പ്രാവശ്യം എനിക്ക് തോന്നുന്നു, നമ്മുടെ കൊല്ലത്തെ പാർട്ടി ഓഫീസ് ആ പാലം ഇറങ്ങി വരുമ്പോൾ വലിയൊരു മുറ്റമല്ലേ ബീച്ചിലോട്ട് പോകുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് എന്തോ, ഞാനന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡൻ്റാണ്, പോകുമ്പോൾ ഇന്നോവകളുടെ ബഹളമാണ്. അപ്പോൾ ഞാൻ പഴയ പോലെ ബസ്സിൽ കയറി പോകണമെന്ന് പറയല്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എവിടെയോ എനിക്ക് അതിലൊരു ഒരു സ്വരച്ചേർച്ച എനിക്ക് തോന്നുന്നുണ്ട്. ആത്യന്തികമായി ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാർ, ഗ്രൗണ്ടിൽ ബന്ധമുള്ള സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരടക്കമുള്ള നേതാക്കൾ, പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾക്കൊക്കെ വിജയമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കവടിയാർ
ഞാൻ പറഞ്ഞല്ലോ ലോക്സഭയിൽ 500 വോട്ട് പുറകെ പോയൊരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് അറിയാവുന്നൊരു പ്രദേശമാണ്, തൊട്ടടുത്ത പ്രദേശമാണ്, എനിക്ക് ബന്ധങ്ങളുണ്ട്. എത്ര ടൈറ്റായാലും ജയിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യണം. ഞാൻ പറയട്ടെ, ഇപ്പം മറ്റു പാർട്ടികളിൽ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലല്ലോ. അത് എനിക്കൊന്ന് മാധ്യമങ്ങളും അതിനകത്തൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റു പാർട്ടികളിലൊന്നും പാർട്ടി നയം പറയുന്ന ആളുകളെ ഇത് വിളിക്കുന്നു. ഇത് മാധ്യമങ്ങൾക്കൊക്കെ അതിനകത്തൊരു പങ്കുണ്ട്. അല്ല, ജീവിതശൈലിയിലും കുറേ കൂടെ ശ്രദ്ധിക്കണ്ടേ പൊതുവേ ജനമധ്യത്ത് നിൽക്കുന്നവർ? അല്ല, ഞാൻ ജീവിതശൈലി ഇപ്പോൾ വലിയ ഹോട്ടലിൽ പോകണമെന്നോ അല്ല, ആ ശൈലി മാത്രമല്ല, ഒരു മൊറയിൽ കീപ്പ് ചെയ്യുന്നതിൽ. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാനൊരു മൊറാലിറ്റിയുടെ ഒരു ദിശാസൂചിക പറയാൻ ഞാനല്ല. ഈ പഴയ കാലത്തെ ഒരു മൊറാലിറ്റി അല്ല ഇപ്പോഴത്തെ ഒരു മൊറാലിറ്റി. അതിൽ പല ചർച്ചകളും ഒക്കെ ഉണ്ട്. അത് ഈച്ച് മാൻ ഇസ് ഓൺ, എല്ലാവർക്കും. പക്ഷെ ഒരു പൊതു ഇടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത ഉണ്ടാകണം, ഒരു സംശയം വേണ്ട. ഇപ്പോൾ താങ്കൾ ഒരു വലിയ പ്രൊഫഷണൽ ജോലി അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി പോലെ ഒരു സ്ഥലത്ത് രത്തൻ ടാറ്റയോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച് ഇരുന്ന് വലിയൊരു ജോലിയിൽ ആകർഷകമായ ശമ്പളവും എല്ലാം ഇതിൽ നിൽക്കുമ്പോഴാണ് പാർട്ടി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ താങ്കളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. ഇന്ന് ഇവിടെ വന്ന് പ്രവർത്തിച്ച് 2 വട്ടം MLA ആയി, ഒരു തവണ നേരിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു, ഇപ്പോൾ കൗൺസിലറായി. എപ്പോഴെങ്കിലും ഈ ജോലിയിലേക്ക് മടങ്ങിപ്പോകണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അതുണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ഈ രാഷ്ട്രീയത്തോടൊപ്പം വേറെന്തെങ്കിലും കാര്യം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഒരു ബന്ധങ്ങൾ, നെറ്റ്വർക്ക്, ഈ സോഷ്യൽ ബന്ധങ്ങൾ, എനിക്ക് ഈ ഒരു NGO സെക്ടറിലോ അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച്, അപ്പോൾ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊരു വരുമാനം എന്നതിനേക്കാൾ ഉപരി, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ദിവസം എല്ലാം നിർത്തിപ്പോണമെന്ന് തോന്നിയാൽ നമുക്കൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ മുന്നിലും ആ ബാക്കപ്പ് സാമ്പത്തികം മാത്രമല്ല. അപ്പോൾ എനിക്ക് മറ്റൊരു ഓപ്ഷനല്ല. എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നിൽക്കാൻ പറ്റും. എനിക്ക് പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ ഒരു വിഷമം തോന്നിയിട്ടുള്ളൂ. നമ്മളൊക്കെ അത് പലരും എന്തുകൊണ്ടാണ് ഈ ദാസന്മാരാവുന്നത് എനിക്കറിയാം. കാരണം അവർക്കുള്ള ആ നേതാവ് ഉണ്ടെങ്കിലേ അവന് പോസ്റ്റിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. എന്നാലും അവനൊരു ജോലി ഉണ്ടാവും, അവൻ്റെ ഭാര്യയ്ക്കൊരു ജോലി ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ രാഷ്ട്രീയത്തോടൊപ്പം നമുക്ക് വേറൊരു വരുമാന സ്രോതസ് ഉണ്ടായാൽ എനിക്ക് നമുക്ക് ബെറ്ററായിട്ട് രാഷ്ട്രപ്രവർത്തനം നടത്താം. ഒന്നിനും പേടിക്കാതെ, കൂസലില്ലാതെ, നിലപാടെടുത്തുകൊണ്ട് നിൽക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്കെന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി അതങ്ങനെ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു മാറിയുന്നൊരു ശൈലി കാരണം ചെയ്തു. ഇനിയും ഞാൻ എന്തായാലും ചില പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. പിന്നെ ഞാൻ ലോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇതിനോടൊപ്പം കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, കൂടുതൽ പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. ഒരു ജീവിതത്തിനകത്തെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഒരു ദിവസം നിർത്തിപ്പോകണമെന്ന് തോന്നിയാലും അയ്യോ എനിക്ക് വേറൊന്നും ചെയ്യാൻ അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് പോകാൻ പറ്റത്തില്ലോ. പല രാഷ്ട്രീയക്കാരും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഒരു 70 വയസ്സിന് ശേഷം എനിക്ക് രാഷ്ട്രീയമെല്ലാം ഒന്നും അറിയില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യമില്ല, ചേട്ടൻ ചോദിച്ച പലരും ഇപ്പോഴും അധികാരത്തിന് അടി കൂടുന്നു, ഒരു സീറ്റിന് അടി കൂടുന്നു. പക്ഷേ ഈയിടെ അടുത്തിടെ US പോയപ്പോൾ അവിടെ ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവിനെ കണ്ടു. പണ്ട് കുട്ടനാട്ടിൽ സ്ഥാനാർത്ഥിയായിരുന്നു, KSUവിൻ്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം വലിയ ഉദ്യോഗത്തിലാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വൈറ്റ് ഹൗസിലാണ്. അന്നേരം അങ്ങനെ ആൾക്കാരുണ്ട്. ഇപ്പോൾ താങ്കൾ അതേസമയം താങ്കൾക്ക് ഈ ഒരു അടുത്തൊരു ഓപ്ഷൻ എന്തായാലും ഉണ്ട്, കാരണം താങ്കൾ ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ പല രാഷ്ട്രീയക്കാരുടെയും പ്രശ്നം അതാണ്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ തിരിച്ച് രാഷ്ട്രീയം വിട്ട് പോകുന്നതല്ല പറയുന്നത്. പക്ഷെ എനിക്കൊരു ധൈര്യമുണ്ട്. എനിക്ക് ഒരു നിലപാടെടുക്കാനോ അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാവരെയും പോയി വണങ്ങേണ്ട ആവശ്യമില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. നാളെ വണങ്ങിയില്ലെങ്കിൽ എന്താ, ഇപ്പോൾ എനിക്ക് സീറ്റ് കിട്ടത്തില്ല, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് കോൺഗ്രസ് പ്രവർത്തിക്കാമല്ലോ. അപ്പോൾ ആ ഒരു ആത്മധൈര്യം എനിക്ക് നൽകുന്നത് ഒരു പൊതു കൾച്ചറായി വരണം. അതെ, ആ ആത്മധൈര്യം നൽകുന്നത് എൻ്റെ വിദ്യാഭ്യാസവും പിന്നെ എൻ്റെ കുടുംബത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, അച്ഛനൊക്കെ കാണിച്ചൊരു പാതയും. പക്ഷേ എന്തെങ്കിലും കൂടെ ഒന്ന് ചെയ്യണം എന്നൊരു ഒരാഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആൾക്കാരെയൊക്കെ സഹായിക്കണമെങ്കിൽ, ഞാൻ MLA ഒക്കെ ആയിരുന്ന സമയത്തെ, അച്ഛനൊക്കെയുള്ള സമയത്ത് പല പാർട്ടിക്കാരും ഒക്കെ വരും. നമ്മൾ അത്യാവശ്യം ഹെൽപ്പൊക്കെ ചെയ്യും. നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് അല്ലാതെ CSR ഹെൽപ്പൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന, അപ്പോൾ പണ്ടൊക്കെ നമുക്കൊരു ആവശ്യത്തിന് നമുക്കൊരു ആൾക്കാർ കാണാൻ വരുമ്പം ഒരു സഹായിച്ചുകൊണ്ടിരുന്നത് അത്ര എനിക്ക് സഹായിക്കാനേ പറ്റുന്നില്ല, തുറന്നു പറയുകയാണ്. പണ്ട് അത്യാവശ്യത്തിന് ഒരാളിപ്പോൾ വിളിച്ച് ചേട്ടൻ എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് കണ്ണടച്ച് ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്ക് എനിക്ക് 100 രൂപ ഗൂഗിൾ പേ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നമ്മുടെ പാർട്ടിക്കാരും എവിടെ നിന്ന് വിളിച്ചാലും ഞാനത് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാനത് ഹെൽപ്പ് ചെയ്യും, പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ അങ്ങനെ മറ്റാളുകളെ ഇത് വാങ്ങിച്ച് ശീലമുള്ള ഒരാളല്ല. പക്ഷെ സ്വന്തമായിട്ടൊരിതുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ സഹായിക്കാൻ കഴിയും, നമുക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയും. ആ തല ഉയർത്തി നിന്നാൽ ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയം
കൂടുതൽ സെക്യൂർ ആവുന്ന എൻ്റെ വിശ്വാസം. ഇപ്പോൾ താങ്കളുടെ സഹധർമ്മിണി കേരളത്തിലേറെ അറിയപ്പെടുന്ന വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു IAS ഓഫീസറാണ്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വലാണ്. രാഷ്ട്രീയ ഉപദേശങ്ങൾ തരാറുണ്ടോ? അത്തരം ഏതെങ്കിലും കാര്യങ്ങൾ ഉപദേശം തേടാറുണ്ടോ പരസ്പരം? അല്ല, ഡിസ്കസ് ചെയ്യാറുണ്ട്. അല്ലാതെ ഉപദേശങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് സ്വീകരിക്കാറില്ല. ഡിസ്കസ് ചെയ്യാറുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മളറിയാമില്ല, ഏത് വീട്ടിലും പോലെ തന്നെ എൻ്റെ വീട്ടിലും പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോസ് ചെയ്യാറില്ല. അത് എല്ലാ വീട്ടിലും അങ്ങനെയല്ലേ? പണ്ടത്തെ കാലത്ത് പോലെ ഒരു വീട്ടിൽ അച്ഛനും മോനും പല ആൾക്കാരും നമ്മൾ പറയത്തില്ലേ, ഞാൻ കമ്മ്യൂണിസ്റ്റാണ് പക്ഷേ ഭാര്യ ഒരു വോട്ട് വരും. ഞാൻ തന്നെ എത്ര വീട്ടിൽ പോയപ്പം ഞാൻ പാർട്ടിക്കാരൻ, എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഭാര്യ എന്തായാലും വോട്ട് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അത് പറഞ്ഞ പഴയ കാലമല്ല. അപ്പോൾ എനിക്ക് അതിനകത്ത് ദിവ്യയും ഞാനും തമ്മിലുള്ളൊരു ബന്ധവും പല ആളുകൾക്കും ഞാൻ പല ചെറുപ്പക്കാർ സംസാരിക്കുമ്പോൾ അവർക്കത് അത് ചെയ്യുന്നുണ്ട്. ഈ പഴയ അതേസമയം പൊതുസമൂഹം കരുതുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയത്തില്ല, ദിവ്യ എസ് അയ്യർ ഒരു ലെഫ്റ്റ് ലീനിയൻസി ഉള്ള ഒരാളാണ്. അവർ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥയാണ്. അവര് ചില കാര്യങ്ങളിലൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ താങ്കളുടെ പാർട്ടിയിലെ നേതാക്കൾ താങ്കളോട് അതേക്കുറിച്ച് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചില ആൾക്കാരൊക്കെ അത് ഞാൻ പറഞ്ഞില്ല, പഴയ കാഴ്ചപ്പാടിൽ കാണുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ അതിനകത്ത് ചില ചുരുക്കത്തുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽസാണ്. അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായി നിൽക്കുന്ന ഒരാൾ 100% സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കണമെന്ന് അഭിപ്രായം പറയുന്ന ആളാണ് ഞാൻ. ഒരു സംശയം വേണ്ട. ഇപ്പോൾ ദീപിക ഇപ്പം കൾച്ചറൽ സെക്രട്ടറിയാണ്, വിഴിഞ്ഞത്തിൻ്റെ ഇതാണ്. അന്ന് വിഴിഞ്ഞത്തിൻ്റെ വിഷയം പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാളും എന്താ പറയുക, സർക്കാരിനെ അപ്രീഷിയേറ്റ് ചെയ്താണ് അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വേണു സംസാരിച്ചത്. അതാരും ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് സംസാരിച്ച സ്പോർട്സൊക്കെ വിസിൽ ഡയറക്ടർ ദിവ്യ പറഞ്ഞപ്പോൾ അത് ചർച്ചയായി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി സർക്കാരിനെ സൂചിപ്പിക്കുന്നതാവരുത്, പക്ഷേ സർക്കാരിനൊപ്പം നിൽക്കണം, ഒരു സംശയം വേണ്ട. അത് ഏത് സർക്കാരായാലും, ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് ആൾ വന്ന് അതിനോടൊപ്പം നിൽക്കണം. കാരണം അവർ ഗവൺമെൻറ് സർവൻസാണ്. ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ള പാലമാണ് ഉദ്യോഗസ്ഥർ. അവരുടെ ജോലി അത് ശരിയാക്കുക എന്നുള്ളതാണ്. അല്ല, പൊതുവേ ഏതെങ്കിലും രംഗത്താണെങ്കിലും ഏത് കർമ്മരംഗത്താണെങ്കിലും സ്ത്രീകൾ എക്സൽ ചെയ്യുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ പുറവേ വരും. തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് പ്രസക്തമല്ല ആയിരിക്കാം, പക്ഷേ ദിവ്യ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. വളരെ ആൾക്കാർക്കെല്ലാം വളരെ പ്രിയങ്കരിയ ഓഫീസറാണ്. പിന്നെ ആൾക്കാർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളാണ്. കറക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ദിവ്യയ്ക്ക് വളരെയധികം ഒരു ഫാൻ ഫോളോയിങ്. ഞാനീ പറഞ്ഞ ഈ ഒരു ചെറുപ്പക്കാർക്കിടയിൽ ഇപ്പം ഞാൻ കവടിയാറ് ഒരു വോട്ട് ചോദിക്കാൻ വീട്ടിൽ കയറിയപ്പോൾ ആ പെൺകുട്ടി, ഒത്തിരി ആൾക്കാർ നമ്മൾ ദിവ്യയുടെ ഫാൻസാണെന്ന് പറയാറുണ്ട്. ഹാപ്പി സന്തോഷം. എന്നോടൊരു കുട്ടി പറഞ്ഞു, ആ കുട്ടിക്കൊരു 25 വയസ്സ് കാണത്തേ ഉള്ളൂ, സാർ ഞാൻ മാഡത്തിന് ഭയങ്കര ഫാനാണ്, കാരണം ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്ന IAS എന്ന് പറഞ്ഞാൽ ഭയങ്കര മസിൽ പിടിച്ചില്ല. അപ്പം അത് ഒരു റിലീഫല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അത് സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ, സർവീസ് ചട്ടത്തിൽ എവിടെയെങ്കിലും ഡാൻസ് ചെയ്യല്ലോ പാടല്ലെന്നോ അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ചില വിഷയങ്ങളിൽ. അല്ല, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായിട്ടിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ല 2 വാക്ക് പറഞ്ഞാൽ എന്തൊരു കുഴപ്പമുണ്ടോ? അതിൽ ഒരു തെറ്റുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അവർ സ്റ്റേറ്റിൻ്റെ ആൾക്കാരാണ്, അവരതിനെക്കുറിച്ച് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഏത് പാർട്ടിയായാലും നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പെറ്റി പോളിറ്റിക്സിനപ്പുറം നമ്മൾ ചിന്തിക്കണം. അത് ഇപ്പം രാഷ്ട്രീയക്കാർ പറയുമ്പോൾ ചിലപ്പം അരോചകമാവാം, പക്ഷേ അതിനകത്ത് പല കാര്യങ്ങളിലും സർക്കാർ എടുക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ അഭിനന്ദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ലെങ്കിൽ സർക്കാരിൻ്റെ, ഞാൻ പറയട്ടെ, സർക്കാരിൻ്റെ പദ്ധതികൾ, ഇപ്പോൾ ഒരു വിഴിഞ്ഞത്തിൻ്റെ ഡയറക്ടറാണ്, അത് വിഴിഞ്ഞത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതല്ലേ? വിഴിഞ്ഞത്ത് ഇത്രയും എന്താ പറയുക ഷിപ്പുകൾ വന്നെങ്കിൽ അത് പുള്ളിക്കാരി അതിനെക്കുറിച്ച് റീഡ് എന്താ തെറ്റ്? സിവിൽ സർവീസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്കാണ് ഇറങ്ങും പുള്ളിക്കാരി. എനിക്കൊന്ന് സിവിൽ സർവീസൊക്കെ ഉപേക്ഷിച്ച് വേറെന്തെങ്കിലും ഈ എഴുത്തിലൊക്കെ പോകുന്നുള്ള പേടിയായിരിക്കും. എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധ്യത ഇല്ല. നമ്മുടെ ഈ ആൾക്കാർ ഇത് സ്ഥിരം കാഴ്ചപ്പാടിൽ കാണുന്നതുകൊണ്ടാണ്. പക്ഷേ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എനിക്കെങ്ങനെയാണോ മനസ്സിൽ ഇതൊന്നും ഇല്ലേലും എനിക്കെൻ്റെ വിദ്യാഭ്യാസമുണ്ട് എന്ന് മനസ്സിൽ ഞാൻ ഉറച്ചിരിക്കുന്നത് പോലെ ദിവ്യയുടെ മനസ്സിലും ഇതൊന്നുമില്ലെങ്കിലും ഞാൻ വെല്ലൂർ CMC പഠിച്ചൊരു ഡോക്ടറാണെന്നൊരു കാര്യം ബാക്ക് ഓഫ് ദ മൈൻഡിലുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും. അപ്പോൾ നമ്മൾ അധിക പ്രസംഗികളാണ്, അല്ലെങ്കിൽ ദിവ്യ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രത്യേക നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷമായൊരു ലീഡറിലൂടെ നിൽക്കുന്നതൊക്കെ പറയുമ്പോഴും നമ്മുടെ ആയുധം എന്ന് വെച്ചാൽ അംബേദ്കർ പറഞ്ഞ പോലെ ഉള്ള വിദ്യാഭ്യാസമാണ്. അപ്പോൾ എല്ലാം വളരെ ശുഭകരമായിരിക്കട്ടെ. എല്ലാ നന്നായിട്ട്. താങ്ക് യു.